എടാ ഉറങ്ങുമ്പോഴെങ്കിലും ബാ കൂട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങടാ. ഈച്ചകൾ പാറിപ്പറന്ന് നടക്കണേ, അണ്ണാക്ക് കൂട് കൂട്ടുമല്ല. ഇത് നിന്റെ വീടല്ല, ക്ലാസ് റൂമാണ്. അധ്യാപകൻ വരുമ്പോൾ അവിടെ ശ്രദ്ധിച്ചിരിക്കണം. വരുമ്പോൾ ഒരു ബഹുമാനമായിട്ടെങ്കിലും നിനക്കൊന്ന് എഴുന്നേറ്റുകൂടെടാ. മതി മതി മതി, നീ എഴുന്നേറ്റ് വരുമ്പോൾ 4 മണിക്കുള്ള ബെല്ല് മുഴങ്ങും. നീ അവിടെ എവിടെയെങ്കിലും കിടക്ക്. 10-40 പേരുണ്ടായിരുന്ന ക്ലാസ് റൂമാണ്. പൂവിന്റെ ഇല കൊഴിയണ പോലെയാണ് ഓരോരുത്തർ കൊഴിഞ്ഞു പോണത്. ദേവന് ഒരു സാധനം ചന്തയിടെന്ന് പറഞ്ഞ് കയറണേ. ഞാനെന്ന് പറഞ്ഞൊരു അധ്യാപകൻ ഇവിടെ നിപ്പുണ്ട്. ഒന്നെങ്കിൽ എന്നോട് ചോദിക്കുക, മാഷ് ഞാൻ അകത്തേക്ക് വരട്ടെ അല്ലെങ്കിൽ അകത്തേക്ക് കേറിക്കോട്ടെ എന്ന് ചോദിക്കാം. ഇനി എന്ത് കയറാനാണ്? മാക്സിമം കേറിയല്ലേ ഇരിക്കണത്. എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ ലീവായിരുന്നു. എടാ വെറുതെ ഇവിടെ അപ്പുറത്തും അധ്യാപകരൊക്കെ ഉള്ളതാണ്. ലീവായാലും ബീലായാലും സംഗതി ഞാൻ വന്നില്ല എന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. മതി മതി, ചൂട് കൂടുതൽ ആറ്റണ്ട. എനിക്ക് ചൂട് എടുക്കുന്നുണ്ട്. പുതിയതാണെന്ന് അറിയിക്കാനായിരിക്കും. കൂടുതൽ തിരുമരുത്, കുറച്ച് നാളിട്ടുണ്ട് നടക്ക്. അപ്പൊ ആൾക്കാർ തിരുമിക്കോളും എടുത്ത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നീ ഇങ്ങോട്ട് നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് നോക്കിയിരിക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ്. എടാ തൂങ്ങാതടാ. ഇതിലും ഭേദം നീ ഒരു മുഴം കയറ് മേടിച്ചിട്ട് പോയി തൂങ്ങടാ. പിന്നെ കൊല്ലണേന് തുല്യമല്ലേടാ ഇത്. എന്തുവാടാ ഇത്? നിന്നെയൊക്കെ പഠിപ്പിച്ച് പുച്ഛോ എന്റെ മുഖത്ത് നോക്കി? എന്തുവാടാ കിളിക്കണത്? ശ്രദ്ധിച്ചിരിക്കടാ. ആദ്യം വരുമ്പോ നമ്മൾ പഠിക്കേണ്ടത്, ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോ കുട്ടികൾ എന്ത് പറയണം? ഗുഡ് നൈറ്റ്. അടിയന്തരം ഞാൻ ഫസ്റ്റ് പറയേണ്ടത് ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, എടാ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്താ ഗുഡ് നൈറ്റ് പറയണത്? അത് നമ്മൾ നിന്റെ ഉറക്കം കണ്ടാണ് ഞാനും ഉറങ്ങാൻ പഠിച്ചത്. വീട്ടിൽ സ്വസ്ഥത ഇല്ലടേ. ഇവിടെ കിടന്നല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് മോർണിംഗ് വേണം പറയാൻ. ഗുഡ് നൈറ്റ് പറയേണ്ടത് എപ്പോഴാണ്? കൊതുക് വരുമ്പോൾ. മനസ്സിലാണ്ട? പിന്നെ ഉറങ്ങുമ്പോഴും. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത്, സടാ ഇവിടെ ശ്രദ്ധിക്കടാ, ഇങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് ശ്രദ്ധിക്കടാ. അതിനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. തിരി എള്ളെങ്കിൽ എന്തുവാ. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് പാഠത്തിലേക്ക് കിടക്കാം. നമുക്ക് ആ പാഠം അല്ലടാ, പാഠഭാഗത്തേക്ക് കിടക്കാം. നമുക്ക് വിത്ത് വെച്ച് തുടങ്ങാം. വിത്ത് എവിടെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്? സുനിൽ വിത്ത് ഷീല, ഷാരി വിത്ത് മധു എന്ന് പറഞ്ഞതുപോലെ വിത്ത് വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു വാചകം പറയൂ. നിന്നെ കുട്ടി 3 എണ്ണം ഉണ്ട്. ഇൻസ്പെക്ഷൻ വരാണ്ട ദിവസമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ക്ലാസ് റൂം ക്ലീൻ ആയിരിക്കണം, വൃത്തിയായിരിക്കണം. കൂടുതൽ എന്നെ പഠിപ്പിക്കുകയും ചെയ്യരുത്. ഇനി അക്ഷരത്തെറ്റ് പഠിപ്പിക്കാനാണ് ഞാൻ എന്നുള്ളൊരു മാഷ് ഇവിടെ ഉള്ളത്. എന്നെ മാഷാക്കരുത്. ഓക്കെ? തൂങ്ങാതടാ. ഇവിടെ ഒന്നുമില്ലല്ലേ, ഈ മുഖത്തേക്ക് നോക്കിയിരിക്കടാ, ഉറക്കം വരുവാടാ. അപ്പൊ ശ്രദ്ധിക്ക. ഫസ്റ്റ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. തെറ്റില്ലെങ്കിൽ നീ തിരുത്തണ്ട. വെറുതെ ഒന്ന് അടങ്ങിയൊന്നെങ്കിൽ ഇരുന്ന് വന്നാ മതി. നീ കൂടുതൽ സംസാരിക്കണ്ട. നിന്നെ ഞാൻ പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. നീ എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ച് പഠിച്ചാണ്. മനസ്സിലായ? പെരക്ക് തീ പിടിച്ചപ്പോ ഫയർഫോഴ്സിന് മിസ് കോൾ അടിച്ചവനല്ലേടാ നിന്റെ തന്ത. അവനാണ് എന്നെ വന്ന് ഭരിക്കാൻ നടക്കുന്നത്. കൊല്ലി ഞാൻ. പൂജപ്പുരയും കണ്ണൂർ എനിക്ക് സ്വന്തം വീട് പോലെയാണ് കേട്ടാ. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. സെയിംപിച്ച് കളിക്കാതെടാ. അതിനൊക്കെ സമയമുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അവിടെ കളിച്ചാൽ പോരെ. തൊട്ട് കളിക്കാതെ അകന്നിരിക്കടാ. എന്തോ അവൻ അകന്നിരുന്നിട്ട് ഇത് അങ്ങോട്ട് ചെല്ലണേണ്. കാലത്തിന്റെ പോക്ക്. ഞാൻ മണ്ടനാണ് അല്ലെങ്കിൽ ഞാൻ കഴുതയാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. വാചകത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഞാൻ കഴുതയാണ്. ചെറിയൊരു തെറ്റില്ലടാ. ഞാൻ മരക്കഴുതയാണ് എന്നാക്കിക്കൂടെ? ഇങ്ങനെയാണ് ബുദ്ധിയൊക്കെ പഠിക്കണത്. ശ്രദ്ധിച്ചിരുന്നു വേണം പറയാൻ. ഓണമാണ് വരാൻ പോണത്. ഓണത്തെ കുറിച്ച് ഒരു 3 വാചകം പറഞ്ഞേ. ഇതിൽ അവസാനം പറഞ്ഞതാണ് നീ ഇപ്പൊ ചെയ്യേണ്ടത്. എന്റെ കൺമുന്നിൽ നിന്ന് പൊക്കോണം. ഞാൻ നിന്നോട് വൃക്കട പടം വരക്കാൻ പറഞ്ഞിട്ട് നീ വരച്ച? നിന്റെ ഇക്കാടെ പടം വരക്കാനല്ല പറഞ്ഞത്, വൃക്കട പടം വരക്കാനാണ്. ഡേയ്, ഒരു അരമണിക്കൂറെങ്കിലും ഉറങ്ങാതെ നിൽക്കടേ. ഇത് എന്തോന്നാ രാത്രി പണി നിനക്ക്? ഇപ്പോഴേ ഉറക്കം തോന്നിക്കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നീ എന്തോ ചെയ്യും? ഇവിടെ ശ്രദ്ധിക്കടാ. അത് അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ നീ അങ്ങോട്ട് നോക്കണ്ട, നീ ഇങ്ങോട്ട് നോക്കിയേച്ചാൽ മതി. നമുക്ക് കണക്ക് പഠിക്കാം. ഇന്ന് കണക്ക് അധ്യാപകൻ ലീവാ. അതുകൊണ്ട് നമുക്ക് കണക്കാണ് ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്. നോ ഹാൻഡ് ആൻഡ് അരിത്തമെറ്റിക് എന്ന് കേട്ടിട്ടില്ലേ? എന്റെ ക്ലാസ് ഒരു കണക്കാണെങ്കിൽ കണക്ക് അവിടെ ഇരിക്കട്ടെ. ജീവിതത്തിൽ കണക്കാണ് ഏറ്റവും വലുത്. എന്റെ കണക്കൂട്ടലുകളൊക്കെ കറക്റ്റാ. നീ എന്നെ കണക്ക് പഠിപ്പിക്കണ്ട. ആര് പറഞ്ഞു? അല്ല സാർ ഇന്നലെ സ്കൂളിന്റെ ഇടപെടി വെച്ച് ശോശാമ്മ ടീച്ചറിനോട് പറഞ്ഞ ഞാൻ കേട്ടല്ലേ സാറിന് കണക്കൂട്ടലൊക്കെ തെറ്റിയൊന്നും. അത് പിന്നെ ശോശാമ്മനോട് പറഞ്ഞൊരു കണക്കിന്റെ ഡിസ്കഷൻ നടത്തിയതാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ചുറ്റുപാട് നോക്കിയിട്ടാണ് ഞാൻ ശോശാമ്മനെയും കൊണ്ട് ഇടവഴിയിലേക്ക് പോയത്. അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ കാര്യം നീ എവിടെ വിളിച്ചിരുന്ന് കേട്ടടാ? ഈ സീക്രട്ട് ആയത് നീ ഒരിക്കലും ലീക്ക് ഔട്ട് ആക്കരുത്. ശോശാമ്മക്കും എനിക്ക് നാണക്കേടാ. ഡാ എന്തുവാടാ ഇത്? എന്താ പറഞ്ഞത്? അല്ല സാർ എന്റെ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നത്. ഓ, അങ്ങനെ ഒരു കഷ്ടകാലം എനിക്ക് ഉണ്ടായിരുന്നു. അല്ല സാറിന് എന്താ അവിടെ നിന്ന് പിരിച്ചുവിട്ടത്?
ഒന്നും പറയണ്ടടാ. ഇതുപോലുള്ള സംശയങ്ങൾ ക്ലിയറൻസ് ചെയ്യലാണ് എന്റെ പരിപാടി. അതായത് 24 hours ഡ്യൂട്ടി ആണല്ലോ. ഡ്യൂട്ടി എന്നാണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചേക്കടെങ്കിൽ പോലും ഏത് കഷ്ടപ്പാടും ദാരിദ്ര്യവും കൊണ്ട് നമ്മൾ അല്പനേരം ഒന്നും ഉറങ്ങിപ്പോയി. എന്തായിരുന്നു സാറിന് ജോലി? സൂപ്പർ ഫാസ്റ്റിലെ ഡ്രൈവറായിരുന്നു. 10 സെക്കൻഡ് ഉറങ്ങിപ്പോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പൊ ഇത്ര നേരം നമ്മൾ പഠിപ്പിക്കലും പഠിക്കലുമായിരുന്നു. ഇനി നമുക്ക് റിലാക്സിന് വേണ്ടി കുറച്ചു നേരം കളിക്കാം. പിയൂൺ വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ വരുന്ന 26, 27 സ്കൂളിന് അവധിയാണ്. അടിപൊളി. എല്ലാവർക്കും സന്തോഷമായല്ല? എനിക്ക് സന്തോഷമായി. കാര്യം സെക്കൻഡ് വൈഫിന്റെ വീട്ടിൽ പോയിട്ട് 9 മാസമായി. 25-ാം തീയതി വെളുപ്പിന് പോയിട്ട് 27-ാം തീയതി രാത്രി തിരിച്ചു വരാം. അതൊക്കെ ചോദിക്കട്ടെ, 26, 27 അവധി എന്താണ്? അന്ന് ശനി ഞായറുവാ. അന്ന് ശനി ഞായറും മനുഷ്യൻ ഒരുവിധം കൈയടി വേണ്ട, കൂടുതൽ പ്രോത്സാഹിപ്പിക്കണ്ട. കേൾക്കണ്ട? ജീവിതത്തിൽ നിനക്ക് ആരാകാനാണ് ആഗ്രഹം? നീ ഒന്നും ആകാൻ പോണില്ല. ജീവിതത്തിൽ നിനക്ക് ആരാകാനാണ് ആഗ്രഹം? പൈലറ്റാ? അച്ഛൻ പൈലറ്റാണോ? അല്ല, അച്ഛന്റെ ആഗ്രഹിതായിരുന്നു. പൈലറ്റ് അല്ല, നീ ഈ പോക്ക് പോയ വയലറ്റ് ആവും കേട്ടാ. നീ ചിരിക്കണ്ട. നമുക്ക് സയൻസിലേക്ക് കിടക്കാം. മാലാഖമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ട് മാത്രമല്ല, കണ്ടിട്ടുണ്ട്. മാലാഖയെ? സ്വർഗത്തിലുള്ള മാലാഖയെ നീ കണ്ടിട്ടുണ്ടെന്നാ? എന്റെ മുമ്പിൽ ഇരുന്ന് കള്ളം പറഞ്ഞ ചവിട്ടി ഞാൻ കീറിഞ്ഞ. അല്ലെന്നേ, എന്റെ വീട്ടിലെ വേലക്കാരോട് എന്നും രാത്രി എന്റെ അച്ഛൻ പറയാറുണ്ടല്ല, നീ ഒരു മാലാഖയാണെന്ന്. നിന്റെ വീട് മറ്റാ കുളത്തിന്റെ അവിടെ തിരിയുമ്പോ? കുളത്തിന്റെ അവിടെ തിരുമ്പോ അടുത്തേക്ക് പോകുമ്പോ അവിടുത്തെ ആ നൈറ്റ് ഇട്ട് നിൽക്കുന്നത് വേലക്കാരിയാ? എവിടെയുള്ളത്? അത് എവിടെയുള്ളതെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. ആണല്ലേ? മാലാഖയല്ലേ? നമ്പർ ഉണ്ടോ വീട്ടിൽ? ഫോൺ നമ്പർ ഉണ്ടോ? അങ്ങനെയല്ല പഠിക്കേണ്ടത്. 5, 6, 7, 4, 3 എന്നല്ല എണ്ണേണ്ടത്. 1 by 1 ആയിട്ട് എണ്ണണം. 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ കോടി. പിന്നെ എനിക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കൊക്കെ പറഞ്ഞതാ. ഇവൻ എണ്ണാത്തതിന്റെ ബാക്കിയാണ് നിനക്ക്. ഇവൻ 2 കഴിഞ്ഞ് 4 പറഞ്ഞത്, 3 നിനക്ക് കിട്ടിയിട്ടുണ്ട്. നീ ചിരിക്കൊന്നും വേണ്ട. കേൾക്കണ്ട? വാക്യത്തിൽ പ്രയോഗിക്കാം. എന്തെല്ലാമാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ ഭാഗ്യവാന്മാരാടാ. അറിവിന്റെ നിറകുടമായ ഒരു മാഷിനെ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിർഭാഗ്യവാന്മാരാ ഞങ്ങള്. ശ്രദ്ധിക്കടാ, ഇങ്ങോട്ട് ശ്രദ്ധിക്കടാ. വെറുതെ അല്ല നീ ഈ ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയത് 3 കൊല്ലമായി. നിന്നെ പഠിപ്പിച്ച് എനിക്ക് ഫീലിങ്സ് ആയി ഓൾറെഡി. ചിരിക്കല്ലേടാ, പൂർവികന്മാർ ഓർമ്മ വരണേ. നീ മിണ്ടാതിരി. അപ്പൊ നമുക്ക് കാര്യത്തിൽ ചിരിക്കാതെടാ, കളിക്കാതെടാ. നമ്മൾ നീ ആരാ കള്ളിയം കാട്ടി ചിച്ചിയാ? വാക്യത്തിൽ പ്രയോഗിക്കാൻ പോണേണ്. ഞാൻ വാക്യത്തിൽ പ്രയോഗിക്കണേന് പറയും ഞാൻ വാക്യത്തെടുത്ത് പ്രയോഗിക്കും. ഞാൻ പിന്നെ കുഞ്ഞുങ്ങളെ കൊന്നാലൊന്നും വലിയ ശിക്ഷ കിട്ടാൻ പോണില്ല. അപ്പൊ വാക്യത്തിൽ പ്രയോഗിക്കാൻ പോണു. കാട്ടാന. എന്റെ സാറേ, ഇത് വെച്ച് നീ ഒരു വാചകം പറഞ്ഞു. വാചകം പറയാനാ? രാത്രി 12 മണി ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോ 3-5 പേരെന്നെ കൊല്ലാൻ വരുന്നു. ഞാൻ എന്നാ കാട്ടാനാ? ഞാൻ നീ ഉദ്ദേശിച്ച പോലെ അല്ല. നീ ഈ പോക്ക് പോയാലും ഒരു 5-6 കൊല്ലവും കൂടി ഇവിടെ ഇരിക്കും. നമ്മൾ ഇത്ര നേരം പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ അടുത്ത ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു അനദർ സ്ഥലം. അടുത്ത സ്ഥലത്തേക്ക് പോകണേ കേട്ടോ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ജനറൽ കോളേജിലെ ജനറൽ നോളജ്. എനിക്കറിയാം, ഞാൻ കുറെ നേരം നിരങ്ങിയിട്ടാണ് ഇങ്ങനെ ആയത്. നിനക്കൊക്കെ ഓർമ്മയുണ്ടാകാൻ വേണ്ടി ഒന്ന് തെറ്റിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ജനറൽ ഇപ്പൊ നീ എന്താ പറഞ്ഞത്? ആ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോണേ. എടാ എന്നെ പഠിപ്പിക്കണമെന്ന്. എന്താണ് പറഞ്ഞത്? ജനറൽ നോളജ്. അത് നിനക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയിപ്പിക്കണത്. എന്താണത്? ജനറൽ നോളജ്. അതിലേക്ക് മനസ്സിലാകണ്ട ഇപ്പ എന്താണ് ജനറൽ പറഞ്ഞതും എല്ലാം കണക്കാ. എനിക്ക് കൂട്ടായി. ചിരിക്കണ്ട, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. പ്രസവിക്കുകയും പാലൂട്ടുകയും ചെയ്യുന്ന ഒരു ജന്തുവിന്റെ പേര് പറയാമോ? അതെ, ഞങ്ങളുടെ മാമി. നിങ്ങടാ മാമി. മാമി എങ്ങനെയാ ജന്തു ആകണത്? സിന്ധുവിനെ പ്രസവിച്ച മാമിയാ. മാമി എന്നാ പാലും കൊടുക്കുന്ന. നിന്നൊക്കെ ആരാടാ പഠിപ്പിക്കണത്? സാറ്. ചിരിക്കണ്ട, നിന്നോട് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. വിഷ്ണുവിനെ കേട്ടിട്ടുണ്ടോ? വിഷ്ണു തങ്കപ്പന്റെ മോൻ. ആ വിഷ്ണു അല്ല, മഹാവിഷ്ണുവിന്റെ കയ്യിൽ ഒരു ചക്രമുണ്ട്. ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണ്. മഹാവിഷ്ണുവിന്റെ ഈ കൈ വിരലിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്ന ആ ആയുധത്തിന്റെ പേരെന്താണെന്ന് പറയാമോ? CD പ്ലെയർ. CD ഡിസ്കാ? ശരിക്കത് CD ഡിസ്ക് ആണ്. എന്തെങ്കിലും ആട്ടെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ഒരു ജീവിയുടെ പേര് പറയൂ. ഏലിയാമ്മ ടീച്ചർ. ഏ? ഏലിയാമ്മ ടീച്ചർ. പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്ന ജീവി ഏലിയാമ്മ ടീച്ചറാ. ഏലിയാമ്മ ടീച്ചർ എങ്ങനെയാണ് പ്രസവിക്കുകയും മുട്ടയിടുകയും ചെയ്യുന്നത്? ഞങ്ങളെ പരീക്ഷക്ക് ഏലിയാമ്മ ടീച്ചർ എപ്പോഴും മുട്ട വരും. മാത്രമല്ല കൊല്ലം കൊല്ലം പ്രസവിക്കുകയും ചെയ്യും. നിന്നൊക്കെ ഏത് മരക്കഴുതിയാടാ പഠിപ്പിക്കണത്? സാറേ ബാബു വരുന്നു. എവിടെ 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 എവിടെ? ദേവന്നെ. നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. ലീവ് കൊടുത്ത് നടന്ന് നീ കഥ എഴുതി നടക്കണല്ലേ? നോട്ടെ, എന്താണ് നിന്റെ കഥയെന്നൊന്നും അറിയണമല്ല. 2-3 ദിവസമായി ക്ലാസ്സിൽ വന്നിട്ട്, എന്നിട്ട് അവൻ കഥ എഴുതി നടക്കണേ. അതേപോലുള്ള പിള്ളേർ ഇവിടെ ഇരുന്ന് പഠിക്കണേണ്. എൻ്റെ ഇന്ന് ജ്ഞാനം മേടിച്ചെടുക്കണേണ്. വിവരമില്ലാത്തവൻ. വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം, ശ്മശാന മുഖത, രക്തം തളം കെട്ടിക്കിടക്കുന്നത് പോലുള്ളൊരു അവസ്ഥ. മന്ദം മന്ദം ഞാൻ നടന്നു നീങ്ങി. ഗേറ്റ് കുറ്റിയിട്ടിരുന്നു, താക്കോലിട്ടിരുന്നില്ല. ഗേറ്റ് ഞാൻ തുറന്നു മെല്ലെ അകത്തേക്ക് നീങ്ങി. പട്ടി ഊളിയിടുന്ന ശബ്ദം, ഭയങ്കരവും ഭയാനകവുമായ നിശബ്ദത, എവിടെയോ അപകടത്തിൻ്റെ സൂചനയുടെ മണം. ഞാൻ സാവധാനം മുറിക്കുള്ളിലേക്ക് നടക്കാൻ ശ്രമിച്ചു. മുടി ഓടാമ്പലിന് കുറ്റിയിട്ടിരിക്കുന്നു. രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞാൻ കുറ്റി തുറന്നു. വവ്വാലികൾ അകത്തു നിന്നും പുറത്തേക്ക് ചിറകടിച്ചു പോയി. പട്ടികൾ അപ്പോഴും ഊളിയിടുകയായിരുന്നു. സാവധാനം ഞാൻ നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ മാറാമ്പലുകൾ എൻ്റെ ശിരസിൽ ഉടക്കി. അത് ഞാൻ വകഞ്ഞു മാറ്റി. ഞാൻ നോക്കിയപ്പോൾ കണ്ടത്, ഈശ്വരാ, കട്ടിലൊരാൾ മൂടിപ്പൊതച്ച് കിടക്കുന്നു. സകല ശക്തിയും സംഭരിച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ആ കമ്പിളിപ്പുറപ്പ് വലിച്ചു മാറ്റി. എൻ്റെ മകൻ ബാബു 108 ഡിഗ്രി പനി പിടിച്ച് കിടപ്പിലാണ്, അതുകൊണ്ടാണ് അവൻ വരാത്തത് എന്ന് സ്വന്തം അച്ഛൻ.